ഹലോ. ഇന്ന് നമ്മൾ ജനറൽ ഡിഫൻസിലെ ഫസ്റ്റ് ഡിഫൻസ് ആയിട്ടുള്ള വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ ഈ മാക്സിമാണ് നോക്കാൻ പോകുന്നത്. ഇത് ഡിഫൻസ് ഓഫ് കൺസെൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ഒരു സമ്മതം കൊടുക്കുകയാണ്. ഒരു ഹാം ഉണ്ടായാൽ ഞാൻ ഈ ഹാം സഫർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇതിനെയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജനറൽ ഡിഫൻസിൽ 8 ജനറൽ ഡിഫൻസസ് ആണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. The maxim voluntary non-fit injuria means that a person who has consented to suffer a harm has no remedy in law. If the plaintiff has voluntarily consented to suffer some harm, he is not allowed to complain for that and he has no remedy in tort. അതായത് ഒരു വ്യക്തി നമ്മുടെ സമ്മതം കൊടുത്തു, ഞാനൊരു ഹാം ഉണ്ടായാൽ അത് സഫർ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇതിനെയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഈ കൺസെൻറ്റ്, ഈ നമ്മൾ കൊടുത്ത സമ്മതം എക്സ്പ്രസ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ അല്ലെങ്കിൽ റിട്ടൺ, നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഉള്ള കൺസെൻ്റാണ്. നമ്മൾ പറഞ്ഞോ അല്ലെങ്കിൽ എഴുതിയോ ഉള്ള നമ്മുടെ സമ്മതം അറിയിക്കുന്നതാണ് എക്സ്പ്രസ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക പറയുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, ഇതിനൊക്കെ നമ്മൾ ആ മാച്ചിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം മേ ബി അതിലൊരു ഇഞ്ചുറി സംഭവിക്കും. അപ്പോൾ നമ്മൾ അതിൽ പറയാതെ തന്നെ ഒരു ഹാം സഫർ ചെയ്യുക എന്നുള്ളൊരു കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇതിനെയാണ് ഇംപ്ലൈഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയനെ ബേസ് ചെയ്തിട്ടുള്ള 2 കേസ് ലോസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹോൾ വേഴ്സസ് ബ്രൂക്ക്ലാൻഡ്സ് ഓട്ടോ റേസിംഗ് ക്ലബ്ബ്. ഇതിൽ ഈ പ്ലെയിൻറ്റിഫ് ഈ ഓട്ടോ റേസിംഗ് ക്ലബ്ബിൽ പോവുകയാണ്. അങ്ങനെ ഈ ഓട്ടോ റേസിംഗ് കാണാൻ പോകുമ്പോൾ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അങ്ങനെ ഈ കൂട്ടിയിടിച്ചിട്ട് ഒരു കാറ് ഈ പ്ലെയിൻറ്റിഫൊക്കെ ഇരിക്കണ ഭാഗത്തായിട്ട് വന്ന് വീണിട്ട് ഈ പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി പറ്റുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ ലഭിക്കില്ല. കാരണം ഇവിടെ ഈ മാക്സിമം ആയിട്ടുള്ള വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയാണ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഓട്ടോ റേസിംഗ് ക്ലബ്ബ് കാണാൻ പോകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഒരു കോമ്പൻസേഷനും ലഭിക്കില്ല. അടുത്ത കേസിലാണ് വൂൾഡ്രിച്ച് വേഴ്സസ് സമ്മർ. ഇതിലെ പ്ലെയിൻറ്റിഫ് ഒരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫർ ഒരു ഹോഴ്സ് ഷോ ആണ് അവിടെ നടക്കുന്നത്. ആ ഹോഴ്സ് ഷോ നടക്കുമ്പോൾ ഒരു ഗലോപ്പിംഗ് ഹോഴ്സ്, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിരയുടെ സവാരി കാരണം ഈ ഫോട്ടോഗ്രാഫർക്ക് ഒരു ഇഞ്ചുറി പറ്റുകയാണ്. അങ്ങനെ ഇഞ്ചുറി പറ്റിയിട്ട് അദ്ദേഹം കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോവും. അപ്പോൾ കോടതി പറയും ഇതും വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അണ്ടറിൽ വരുന്ന ഒരു കേസാണ്. ഇതൊക്കെയാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അണ്ടറിൽ വരുന്ന കേസ് ലോസ്. ഇനി ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന ഈ മാക്സിം എഴുതുമ്പോൾ നമ്മൾ കൂടെ എഴുതേണ്ട മറ്റൊരു മാക്സിം കൂടെയാണ് സൈൻഡി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. ഇവിടെ നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കുന്നില്ല, പക്ഷെ ഒരു മിയർ നോളേജ് ഓഫ് ആൻ ഇംപ്ലിമെൻറ്റിംഗ് ഡേഞ്ചർ ഡസ് നോട്ട് എമൗണ്ട് ടു കൺസെൻറ്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു ചെറിയ നോളേജ് ഉണ്ടാവും. എന്താണ്, അവിടെ ഒരു ഡേഞ്ചർ നടക്കും എന്നുള്ളൊരു നോളേജ് ഉണ്ട്, പക്ഷെ അതൊരു കൺസെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റില്ല. ഇതിനെയാണ് സൈൻഡി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഈ സൈൻഡി നോൺ ഫിറ്റ് ഇഞ്ചൂറിയയ്ക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കാൽനട യാത്രക്കാരൻ ഇപ്പോൾ റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അയാൾക്കറിയാം ഒരു വാഹനം വന്ന് അയാൾ ഇടിച്ചാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റും അല്ലെങ്കിൽ ഒരു അപകടം പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അയാൾക്ക് ആ റോഡിലൂടെ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം നടക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു വാഹനം വന്ന് അദ്ദേഹത്തിന് ഇടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കൺസെൻ്റ് ആയിട്ടുള്ള വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറി അദ്ദേഹം കൊടുത്തുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സൈൻഡി നോൺ ഫിറ്റ് ഇഞ്ചൂറിയാണ് അപ്ലിക്കബിൾ ആവുക. അദ്ദേഹത്തിന് ഒരു ഡേഞ്ചർ നടക്കുമെന്നറിയാം, പക്ഷേ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അയാൾക്കൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആരാണോ അതിന് കാരണം അവർ കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിളാണ്. ഈ സൈൻഡി നോൺ ഫിറ്റ് ഇഞ്ചൂറിയുടെ അണ്ടറിൽ വരുന്ന 2 കേസ് ലോസ് ആണ് സ്മിത്ത് വേഴ്സസ് ചാൾബക്കർ ആൻഡ് സൺസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് വേഴ്സസ് അലമാളു അമ്മാൾ. ഇതിൽ സ്മിത്ത് വേഴ്സസ് ചാൾസ് ബക്കർ ആൻഡ് സൺസിൽ ഈ പ്ലെയിൻറ്റിഫ് ഒരു ക്വാറിയിലെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഈ ക്വാറിയിൽ നമുക്കറിയാം, ഒരു ക്വാറിയിൽ ജോലി എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഈ കല്ലുകളൊക്കെ ക്രെയിന് വെച്ചിട്ടാണ് ആ കല്ല് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എടുക്കുക. അങ്ങനെ ഈ ക്രെയിന് വെച്ച് അവിടുത്തെ സ്റ്റോണൊക്കെ അങ്ങനെ
എടുത്ത് മാറ്റുന്ന ടൈമിൽ ഈ പ്ലെയിൻറ്റിഫ് അവിടുത്തെ ഒരു ജോലിക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഈ ഒരു കല്ല് വീണ് ഇഞ്ചുറി സംഭവിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം പോയിട്ട് പരാതി കൊടുക്കുകയാണ്, കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡിഫൻഡൻറ്റ് ഇത് വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയാണ്, അയാൾ കൺസെൻറ്റ് തന്നിട്ടുണ്ട് എന്നാണ് ഈ ഡിഫൻഡൻറ്റ് പറയുക. പക്ഷേ കോടതി പറയും ഇത് വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അണ്ടറിലല്ല, ഇത് സയൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയാണ്. കാരണം അദ്ദേഹത്തിനൊരു അപകടം സംഭവിക്കാം എന്നുള്ളൊരു അറിവുണ്ട്, പക്ഷെ അതൊരു കൺസെൻറ്റ് കൊടുക്കലല്ല. ഇതാണ് ഈ കേസ് ലോയിൽ പറയുന്നത്. അടുത്തത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് വേഴ്സസ് അലമാളു അമ്മാൾ. ഇതിൽ ഈ പരാതിക്കാരൻ എതിർ കക്ഷിയുടെ ഒരു തൊഴിലാളിയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അയണിനെ ബ്രേക്ക് ചെയ്യലാണ്. ഈ കാസ്റ്റ് അയണിനെ മുറിച്ച് മാറ്റുക. അതിനായിട്ട് ഈ കാസ്റ്റ് അയൺ ഇരുമ്പാണ്, അപ്പോൾ അത് മുറിച്ച് മാറ്റാൻ തന്നെ ഒരു ഹെവി വെയ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ ഒരു ഹെവി വെയ്റ്റ് കൊടുന്ന് ഇതിൽ ലോഡ് ചെയ്യുമ്പോഴാണ് ഈ കാസ്റ്റ് അയൺ ബ്രേക്ക് ആവുന്നത്. അങ്ങനെ ഈ ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് കൊടുന്നിടുന്ന ടൈമിൽ ഈ അയണിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ഭാഗം തെറിച്ച് വീണ് ഈ പ്ലെയിൻറ്റിഫിന് ഇഞ്ചുറി സംഭവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഇഞ്ചുറി സംഭവിച്ചിട്ട് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥ പറഞ്ഞത് എന്താ, ഇദ്ദേഹം വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറി കൺസെൻറ്റ് തന്നിട്ടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പക്ഷേ കോടതി പറഞ്ഞു ഇത് സയൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയാണ്, അദ്ദേഹത്തിന് ഒരു നോളജ് ഉണ്ട് അവിടെ അപകടം പറ്റാമെന്നുള്ളത്, പക്ഷെ അതൊരു കൺസെൻറ്റ് കൊടുക്കലല്ല. ഇതാണ് ഈ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് വേഴ്സസ് അലമാളു അമ്മാളിലെ ഫാക്റ്റ്. ഇനി ഈ വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതാണ് റെസ്ക്യൂ കേസസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റുക അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കേസിലാണ് ഹെയ്സ് വേഴ്സസ് ഹാർവുഡ്. ഇതിൽ ഈ ഡിഫൻഡൻറ്റിൻ്റെ തൊഴിലാളികൾ 2 കുതിരവണ്ടി സ്ട്രീറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ വെച്ച് പോയിട്ടാണ്. അങ്ങനെ ഈ സ്ട്രീറ്റിൽ ഈ 2 കുതിരവണ്ടികൾ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു കല്ലെടുത്തിട്ട് ഈ കുതിരയ്ക്ക് മേലെ എറിയാണ്. അങ്ങനെ ഈ എറിഞ്ഞ ടൈമിൽ ഈ കുതിര അവിടുന്ന് ഓടാൻ തുടങ്ങി. ഈ കുതിര ഓടുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ നേർക്കാണ് ഈ കുതിര പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ഈ കുട്ടികളെ ഉപദ്രവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ കുതിരേനെ തടയാൻ ശ്രമിച്ചു. അങ്ങനെ കുതിരയെ തടയാൻ ശ്രമിക്കുന്ന ടൈമിൽ ഇദ്ദേഹം കുതിരേനെ തടഞ്ഞു, പക്ഷേ കുറച്ച് ഇഞ്ചുറീസ് സംഭവിച്ചു അദ്ദേഹത്തിന്. അപ്പോൾ കോടതി പറയുകയാണ് ഇത് വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ കൺസെൻറ്റ് എടുക്കാൻ പറ്റില്ല എന്ന്. കാരണം ഇദ്ദേഹം ഒരു റെസ്ക്യൂ കേസാണ് എടുത്തത്. അദ്ദേഹത്തിന് അറിയാം മേ ബി അവിടെ ഒരു ഇഞ്ചുറി സംഭവിക്കും അയാൾക്ക് എന്നൊക്കെ. പക്ഷേ ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ്, ഒരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ഡയറക്റ്റ് അല്ല. പിന്നെ അതൊരു റെസ്ക്യൂ കേസിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഈ വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയ ഈ കേസിൽ അപ്ലിക്കബിൾ അല്ല. ഇതാണ് ഈ കേസ് ലോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്താണെന്ന് പഠിച്ചു, അതിനുശേഷം സയൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, പിന്നെ വോളണ്ടിയർ നോൺ ഫിറ്റ് ഇഞ്ചുറിയയുടെ ലിമിറ്റേഷൻസും പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്താണെന്ന് നോക്കാം.